നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ ഈശ്വറിലേക്കാണ് ഇനി ഒന്ന് പോകേണ്ടത്. അതായത് രാഹുൽ ഈശ്വറിനെ ആഹാരം കഴിക്കാതെ നിർബന്ധം പിടിച്ച് ഞാൻ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ വാശിയിലാണ്. ആഹാരം കഴിക്കുന്നില്ല. തന്നെയല്ല, ഇന്നിപ്പോൾ ബോധം കെട്ട് വീണിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും വിക്ടറി ചിഹ്നമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ദീപ രാഹുൽ ഈശ്വർ അതിശക്തമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ. പക്ഷേ ദീപ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ കിട്ടുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ദീപയുടെ ചോദ്യം ന്യായമാണ്. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഹുലിനെ ഒരു ക്രിമിനൽ എന്നോ രാഹുലിനെ ഒരു വലിയ മാഫിയ സംഘത്തിൽപ്പെട്ട വ്യക്തിയെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. രാഹുൽ നമുക്കൊക്കെ അറിയാം. നമുക്കറിയാവുന്ന രാഹുൽ വളരെ ലളിത ജീവിതം നയിക്കുന്ന, ഏത് കാര്യങ്ങളിലും തൻ്റെതായ നിലപാട് പുലർത്തുന്ന ഒരു ശക്തനായ പോരാളിയാണ്. രാഹുൽ എടുക്കുന്ന ചില നിലപാടുകളെ പലരും തള്ളി പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഹുൽ ഈശ്വർ കൈകാര്യം ചെയ്തതിൻ്റെ വൈകാരികത അവിടെ നിൽക്കട്ടെ. രാഹുൽ ഈശ്വർ ഉപയോഗിച്ച ചില വൈകാരിക പ്രകടനങ്ങൾ, ചില ഭാഷ, അതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. നിലപാടിനു വേണ്ടി ശബ്ദമുയർത്തുകയായിരുന്നു. രാഹുലിന് ഇടം കൊടുത്തത് കേരളത്തിലെ ചാനലുകൾ തന്നെയാണ്. ആ ചാനൽ ഫ്ലോറുകളിലെത്തി അവതാരകർക്ക് നേരെ വരെ രാഹുൽ തൻ്റെ നിലപാട് അതിശക്തമായി അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിലെ ഏത് അവതാരികയാണ് ഇക്കുറി രാഹുലിന് മുന്നിൽ തോൽവി മണക്കാത്തത്? ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം സമൂഹ മാധ്യമങ്ങൾക്കപ്പുറത്ത് മുഖ്യധാര ചാനൽ ഫ്ലോറുകളിൽ കത്തിച്ചു നിർത്തിയത് ഇതേ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന അവതാരകരെ നമ്മൾ പലപ്പോഴും കണ്ടു. രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പച്ചത്തെറി പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഫ്ലോറിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ചർച്ചാ പാനലിസ്റ്റുകളെ നമ്മൾ കണ്ടു. രാഹുൽ ഈശ്വറിനെ എടാ നീ എന്നൊക്കെ വിളിക്കുമ്പോഴും രാഹുൽ സമചിത്തതയോടെയാണ് അവരുടെ നേരെ പ്രതികരിക്കുന്നത്. രാഹുൽ ഒരിക്കലും ഒരാളെയും ചീത്ത പറയാറില്ല. അപ്പോൾ പലതുകൊണ്ടും പ്രത്യേകതയുണ്ട്. ഇതേ രാഹുൽ ഈശ്വറിന് കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് ഇത്തിരി പദം വന്നു എന്നാണ് പൊതുവെ രാഹുലിനോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. രാഹുൽ ഇന്ന് കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ക്ഷോഭം പ്രകടമായിരുന്നു. കാരണം താൻ നിരപരാധിയാണ് എന്ന ഉറച്ച വിശ്വാസം ഒരു വശത്ത്, മറുവശത്ത് താൻ ചെയ്ത തെറ്റെന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന രാഹുൽ ഈശ്വർ. ഞാൻ അതിജീവിതയെ അധിക്ഷേപിച്ച മ്ലേച്ഛമായ ലൈംഗിക ചുവയുള്ള വാക്കുകൾ ഏത് എന്ന് ചോദിക്കുന്ന രാഹുൽ ഈശ്വർ. തന്നെ നോട്ടീസ് നൽകാതെയാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് പലവട്ടം കോടതി മുറിക്കുള്ളിലും പോലീസുകാരുടെ കസ്റ്റഡിയിൽ കിടക്കുമ്പോഴും മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും ഒക്കെ വിളിച്ചു പറയുന്നത് എന്താ? എനിക്ക് നോട്ടീസ് നൽകാതെ എന്നെ ചതിച്ച് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു പോലീസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ നിലവിളി അത് നമ്മുടെ കോടതി മുറിക്കുള്ളിൽ മുഴങ്ങിയില്ല. നമുക്കതിൽ സങ്കടമുണ്ട്. പോലീസ് എഴുതി പിടിപ്പിച്ച ഒരു FIR, അതും വളരെ തന്ത്രപരമായി രാഹുൽ ഈശ്വറിനെ കുടുക്കി സ്റ്റേഷനിലെത്തിച്ച് രാഹുൽ ഈശ്വറിനെ തീർത്തും വെട്ടിലാക്കി പെട്ടെന്ന് തന്നെ കേസ് ചാർജ് ചെയ്ത് തൊട്ടടുത്ത ദിവസം ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്ത് അതിജീവിതയുടെ ചിത്രം ലാപ്ടോപ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരെ കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കോടതി മുറിക്കുള്ളിലെത്തിയ രാഹുൽ തൻ്റെ നിരപരാധിത്വം കൂടുതൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കോടതി മുറിക്കുള്ളിൽ കിടന്ന് വല്ലാത്ത തലത്തിൽ രാഹുൽ പ്രതികരിച്ചു. ജഡ്ജിയോട് പോലും രാഹുൽ തർക്കിക്കുന്നു. പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ രാഹുൽ ചാടിപ്പുറപ്പെടുന്നു. പ്രോസിക്യൂഷനെ അടിച്ചിരുത്താൻ നോക്കുന്നു. അപ്പോൾ ഒരു നീപഞ്ചൻ്റെ റോളിലേക്ക് രാഹുൽ മാറിയപ്പോൾ കോടതിക്ക് സ്വാഭാവികമായിട്ട് ഒരു ദേഷ്യം തോന്നിയിരിക്കാം. ഇന്ന് കോടതി അത്ര ശകാരഭാവത്തിലൊന്നും ആയിരുന്നില്ല. കോടതിക്ക് പോലും രാഹുലിനോടൊരു സഹതാപം തോന്നി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് പറയാം. ഇന്ന് കോടതിയുടെ ഒരു ആകെക്കൂടിയുള്ള ഒരു അപ്രോച്ച് രാഹുൽ ഈശ്വറിനോടൊരു സഹതാപം തോന്നുന്ന അപ്രോച്ച് തന്നെയായിരുന്നു ഒരു വശത്ത്. മറുവശത്ത് കേരള പോലീസ് ആവശ്യപ്പെട്ടത് 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടണമെന്നാണ്. എന്നാൽ നാളെ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളൂ. രാഹുലിൻ്റെ ഓഫീസ് പരിശോധിക്കണം, രാഹുലിൻ്റെ വീട് പരിശോധിക്കണം, രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യണം എന്നൊക്കെ പോലീസ് സംഘം പറയുന്നു. ഇതൊരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. പക്ഷേ രാഹുൽ ഈശ്വർ എന്ന ചിലർ പറയുന്ന ഈ വികട ഭാഷയുടെ ഉടമ, ചിലർ പറയുന്ന വിചിത്ര നിലപാടുകളുടെ ഉടമ, ചിലർ വിശേഷിപ്പിക്കുന്ന ആൺ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന രാഹുൽ, അങ്ങനെ പല
ഭാഷാപ്രയോഗങ്ങളും വിശേഷണങ്ങളുമുണ്ട് രാഹുലിന്. എങ്കിലും രാഹുലിനെ നമ്മൾ കുറച്ചെങ്കിലും അംഗീകരിക്കുന്നത് ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള അയാളുടെ പോരാട്ടങ്ങൾ കണ്ടിട്ടാണ്. ആ പോരാട്ടത്തിന് ശക്തിയുണ്ട്, അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ആ പോരാട്ടം ഭാഷയ്ക്കപ്പുറം അയാൾ പലപ്പോഴും വൈകാരിക തലത്തിലെടുക്കുന്നു. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വാദം, അതിൽ ശരിയും തെറ്റുമൊക്കെ നമുക്ക് വേർതിരിക്കാം, നിർവചിക്കാം, തർക്കിക്കാം, വിമർശിക്കാം, പരിഹസിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ ഈശ്വറിനെ പരിഹസിക്കുന്ന കുറിപ്പുകളും ട്രോളുകളും മാത്രം പരിശോധിച്ചാൽ മതി ഇവിടെ പുരുഷന്മാരെ എത്രമാത്രം പരിഹസിക്കപ്പെടാൻ സമൂഹം വലിച്ചെറിഞ്ഞു കൊടുത്താലും അവിടെ പരിരക്ഷ കിട്ടുന്നില്ല എന്ന് ബോധ്യം വരാൻ. രാഹുൽ അത്രയേറെ അവഹേളിക്കപ്പെടേണ്ട ആളല്ല, ഇത്രയേറെ പരിഹസിക്കപ്പെടേണ്ട ആളല്ല. സമൂഹ മാധ്യമങ്ങളിലെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഏറ്റവും വൃത്തികെട്ട തലത്തിലാണ് പരിഹസിക്കുന്നത്, ട്രോളുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതെന്തുമാകട്ടെ ഒരു വശത്ത്. പക്ഷേ ഇയാളെ മ്ലേച്ഛനാണ്, ഇയാളെ വലിച്ചെറിയണമെന്നൊക്കെ പറയുന്നവർക്ക് മുന്നിൽ നമുക്ക് ആ വാദങ്ങളോട് യോജിക്കാൻ കഴിയില്ല. അവിടെയാണ് തന്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന രാഹുൽ വിക്ടറി ചിഹ്നം പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ, റിമാൻഡിൽ കഴിയുമ്പോൾ നമ്മെ കാട്ടുന്നത്. ഇന്നലെ ജയിലറയ്ക്കുള്ളിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം നിയമവിരുദ്ധമാണ് താൻ ചെയ്യുന്നത്, നിരാഹാരം ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് കോടതിയിൽ രാഹുലിനെതിരെ അത്തരം പരാമർശങ്ങൾ ഉണ്ടായില്ല. പ്രോസിക്യൂഷൻ പോലും ജയിലിലെ നിരാഹാരം പരാമർശിച്ചില്ല. അത് ഒരു തലത്തിൽ രാഹുലിനോടൊരു സഹതാപം എല്ലാവർക്കും തോന്നി എന്നതിൻ്റെ ഒരു വ്യക്തമായ അടയാളമാണ്. ഇവിടെ രാഹുൽ ഈശ്വർ അല്ല ടാർഗറ്റ്. ശത്രുക്കളും ഒപ്പമുള്ളവരും വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ശബ്ദമുയർത്തിയ രാഹുൽ ഈശ്വറിനെ തടവിലാക്കി കൃത്യമായ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് നേരെ ഒന്ന് തൊടുക്കുക മാത്രമായിരുന്നു സർക്കാരും പോലീസും ഒക്കെ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ ഭരണകൂടം വളരെ തന്ത്രപൂർവ്വം കെണിയൊരുക്കി രാഹുൽ ഈശ്വറിനെ വീഴ്ത്തി. ഇവിടെ ഈ കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ. 1, 2, 3, 4 പ്രതികൾ വേറെയുണ്ട്. അവരെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. അവരെ പിടികൂടാനും പോലീസ് അത്ര കണ്ട് വിജയിക്കില്ല. സന്ദീപ് വാര്യരെ പോലെയുള്ളവരെ എളുപ്പം പിടികൂടാൻ കഴിയും. അതിൽ പോലും പോലീസ് ശുഷ്കാന്തി കാട്ടുന്നില്ല. അപ്പോൾ ഒരു കേസിലെ 5ാം പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ച് കസ്റ്റഡിയിലാക്കി അയാൾക്കെതിരെ തെളിവുകളുടെ ഒരു കൂമ്പാരം കൊണ്ടുവന്ന് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തലത്തിൽ ഡോക്യുമെന്റുകൾ കൊടുത്ത് ഇവിടെ നീതി നടപ്പാക്കേണ്ടവരാണ് പോലീസ്. ഭരണകൂടത്തിന്റെ ഇംഗിതം നിറവേറ്റാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല. ഇവിടെ എന്താ നടക്കുന്നത്? സത്യസന്ധമായ ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ ശരിയും തെറ്റും കോടതിക്ക് മുൻപേ ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്തമാണ് പോലീസിനും പ്രോസിക്യൂഷനും ഉള്ളത്. അതിനു പകരം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് പിടിച്ച് അയാൾക്കെതിരെ കെട്ടിച്ചമച്ച കുറേ കേസുകൾ ഉണ്ടാക്കി അയാളെ ചതിവിൽപ്പെടുത്തി ജയിലിലാക്കാനുള്ള ഒരു ഉദ്യമമാണ് പോലീസ് ഏറ്റെടുത്തത്, പ്രോസിക്യൂഷൻ ഏറ്റെടുത്തത്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിലേക്കല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാഹുൽ ഈശ്വറിനെ വീഴ്ത്തിയത് അത് പോലീസിൻ്റെ ഒരു വളരെ തെറ്റായ സമീപനമാണ്, അതിൽ സംശയമില്ല. അവിടെയാണ് രാഹുലിൻ്റെ പോരാട്ടം നമ്മെ കൂടുതൽ സ്വാധീനിക്കുന്നത്. രാഹുലിൻ്റെ മുഖത്ത് ഇപ്പോഴും ഒരു പതർച്ചയില്ല. റിമാൻഡിൽ കഴിയുമ്പോഴും താൻ ഒരു നിലപാടിന് വേണ്ടി പോരടിക്കുന്നു എന്നുള്ള തോന്നൽ. അവിടെയാണ് കസ്റ്റഡിയിൽ പോയി ട്രിപ്പിട്ട് കിടക്കുമ്പോഴും രാഹുലിൻ്റെ മുഖത്ത് വിരിയുന്ന ആ പോരാട്ടഭാവം. രാഹുൽ ഈശ്വർ ഒരു പ്രതീകമാണ്, ഒരു നിലപാടിൻ്റെ പ്രതീകം. അതിലപ്പുറം രാഹുലിൻ്റെ നിലപാട് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം അത് കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഇവിടെ പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്ന കുറ്റപത്രം പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതിജീവിതയെ അത്ര കണ്ട് രാഹുൽ അധിക്ഷേപിച്ചിട്ടില്ല. അതിജീവിതയ്ക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ എറിഞ്ഞിട്ടുണ്ട്. അതിജീവിതയല്ല, അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന ഭാവത്തിൽ ഇവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനിറങ്ങിയ ഭരണകൂടത്തെ ഇത് അസ്വസ്ഥപ്പെടുത്തി. ഭരണകൂടത്തിന് ഇത് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ ഒരു ഒറ്റപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. നിങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ പേര് പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന പേരിൽ ചിലരെ നിങ്ങൾ അകത്തിടുന്നതിനെതിരെയാണ് ആ കുറിപ്പ്. അതിൽ വളരെ വ്യക്തതയുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെയുള്ള സർക്കാർ വേട്ട അധാർമികമാണ്, അത് വളരെ കടുത്തതായിപ്പോയി. എങ്കിലും ഈ കസ്റ്റഡിയിൽ, ഈ റിമാൻഡിൽ നിൽക്കുമ്പോഴും രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണങ്ങൾ അതിനും കൂടുതൽ കരുത്തുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്, എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പലപ്പോഴും ഈ വൈറലായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തിയിലുള്ള ആൾക്കാർക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോഴാണ് രാഹുൽ ഈശ്വർ ഈ രംഗത്തേക്ക് വരാറുള്ളത്. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ അറിയപ്പെട്ടതും അറിയപ്പെടാതെ പോയതുമായിട്ടുള്ള ഒരുപാട് വേട്ടയാടലുകൾ ഈ നടന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ പോക്സോ കേസൊക്കെ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ എത്രയോ നടക്കുന്നുണ്ട്. അത്രയോ ആണുങ്ങൾ ഈ ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ എപ്പോഴും സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചിരുന്നു, ഞാൻ മുകേഷ് ഏട്ടന് വേണ്ടിയും സംസാരിക്കും, വിൻസെന്റിന് വേണ്ടിയും സംസാരിക്കും, അത്തരത്തിൽ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെയാണ് ഇത്തരം ഒരു ആരോപണം വരുന്നതെങ്കിൽ അപ്പോഴും ഞാൻ സംസാരിക്കും. പക്ഷേ ഈ സംസാരിക്കും എന്ന് പറയുന്നതെല്ലാം ഈ കുറച്ച് പ്രശസ്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഈ പ്രശസ്തിയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ മാനാഭിമാനം ഉള്ളത്? രാഹുലിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഈ കൺസെന്റ് ഇല്ലാത്തത് എന്താണ്? ഞാൻ ഇത് പ്രക്ഷോഭം പറയുമ്പോൾ എനിക്കതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്കൊരു വ്യക്തിപരമായ അനുഭവമുണ്ട്. എനിക്ക് തോന്നുന്നു 2 മാസം മുൻപ്, അന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഞാനൊന്ന് പരിശോധിച്ചാൽ എനിക്ക് അയാളുടെ പേരും വിവരങ്ങളുമൊക്കെ അറിയാം. നമ്മുടെ തന്നെ ചാനലിൽ ഒരു ഹണി ട്രാപ്പ് പോലത്തെ ഒരു വാർത്ത വന്നു. ഒരു സ്ത്രീ ഒരാൾക്കെതിരെ പരാതി കൊടുത്ത് അയാളെ പോലീസ് പിടികൂടിയ സംഭവമാണ്. ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ. അപ്പോൾ ഇയാൾ എന്നെ വിളിക്കുന്നു, ഈ കെണിയിൽപ്പെട്ടയാൾ. എന്നിട്ട് എന്നോട് പറയുന്നു, ഞാൻ നിരപരാധിയാണ്, എന്നെ ഇതുപോലെ കെണിയിൽപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അത് വിശദീകരിക്കുന്നു. തൊട്ട് പിന്നാലെ രാഹുൽ ഈശ്വരനെ വിളിച്ചു. രാഹുൽ ഈശ്വരനോട് പറഞ്ഞു, ആ വിഷയം ഒന്നുകൂടെ പഠിക്കണം, ഞാനതിൽ ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു, ഞാനിത് അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അയാളെ പെടുത്തിയതാണ് എന്ന് എനിക്ക് ശക്തമായ സംശയമുണ്ട്, നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കണം, അഥവാ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ നിരപരാധിയാണെങ്കിൽ അയാളെ അങ്ങനെ നമ്മൾ വലിച്ചെറിയരുത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ മനസ്സിലൊരു സഹാനുഭൂതി ഉണ്ട് എന്ന് എനിക്ക് അന്ന് ബോധ്യം വന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് കൃത്യമായിട്ട്. അപ്പോൾ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ ഒരു വൈറലാകണമെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു വീഡിയോ പ്ലേസ് ചെയ്ത് അതിനൊരു വൈറാലിറ്റി കിട്ടണമെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച സാധനങ്ങളൊക്കെ കിട്ടും. അല്ലാത്ത ഇടപെടലുകളൊന്നും അത്ര കണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാകില്ല. രാഹുൽ പക്ഷേ ഈ ഒരു കോസിന് വേണ്ടി നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ. രാഹുൽ നിലകൊള്ളുന്ന ഈ ഒരു നിലപാട് ശരിയാണോ എന്നതിൽ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. കാരണം പല കേസുകളിലും ഇപ്പോൾ സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് നമ്മുടെ ചാനലും നമ്മുടെ വാർത്താ റിപ്പോർട്ടുകളൊക്കെ നിലകൊള്ളുന്നത്. പക്ഷെ രാഹുലിനൊരു ഒറ്റയാൻ പോക്കാണ്. രാഹുൽ കാണുന്നത് ഒരൊറ്റ കണ്ണാടിയിലൂടെയാണ് എല്ലാ സ്ത്രീപക്ഷ പരാതികളും എന്നാണ് നമുക്ക് പൊതുവെ തോന്നുന്നത്. പക്ഷേ രാഹുൽ പറയുന്നതിലും ഇത്തിരി കാര്യമുണ്ട്. കാരണം ഒട്ടനവധി പരാതികൾ ഒരുതരം ഹണി ട്രാപ്പാണ്. ഈ മിക്ക ഹണി ട്രാപ്പ് എന്ന് നമുക്ക് പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ഹണി ട്രാപ്പ് എന്നങ്ങ് ഞാനിപ്പോൾ ജനറലായിട്ട് ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഈ പല കേസുകളിലും ഒരു സൗഹൃദം, പിന്നീട് ആ സൗഹൃദത്തിൽ നിന്ന് ഒരു സെക്സിലേക്ക് പോകുന്നു. അതിനിടയിൽ ഇരുവരും തമ്മിലുള്ള കുറേയേറെ ഇടപാടുകൾ, പിന്നീട് ഈ റിലേഷൻ ഒരു ടോക്സിക് ആണ് എന്ന് പരസ്പരം തിരിച്ചറിയുന്നു. ഇത്തരം തിരിച്ചറിവുകളെ തുടർന്ന് ചിലപ്പോൾ പെൺകുട്ടി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറും, അല്ലെങ്കിൽ ആൺകുട്ടി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയൊക്കെ മാറും. ഒരിക്കൽ ഒരാൾ മാറിക്കഴിഞ്ഞാൽ മറ്റേയാളുടെ സ്വാർത്ഥത അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള ആളുടെ ജീവിതം. ആ മറ്റേയാളങ്ങ് പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാൻ ഇല്ല എങ്കിൽ പലപ്പോഴും അങ്ങ് രക്ഷപ്പെടുത്തിയേക്കും. ഇനി മറ്റേയാൾ സമൂഹത്തിലൊരു ഉന്നതനാണ്, പണമുള്ളയാളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാധീനമുള്ളയാളാണ്, ഇനി അഥവാ ഒരു വിവാഹം കഴിക്കാൻ ഒരു നല്ല കൊള്ളാവുന്ന ആളാണെങ്കിൽ വെറുതെ വിടാതെ അയാളെ പിന്തുടരുന്നു, അതിനെതിരെ കൊണ്ടുപോയി ഒരു ബലാത്സംഗ പരാതി കൊടുക്കുന്നു. ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാട് സംഭവിക്കുന്നു. ഇതൊക്കെ ഇരയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രിവിലേജുകൾ പല സ്ഥലങ്ങളിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പിന്നീടൊരു രാഷ്ട്രീയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിയോഗികൾ ഇത് ആയുധമാക്കും. പിന്നീട് രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ, രണ്ട് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധത്തിലെ പാർട്ട്നേഴ്സ് അല്ല, അല്ലാതെ ഉള്ള രണ്ട് പുരുഷ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്നൊക്കെ പറയും. ഇരുവരും തമ്മിൽ ഒരു ഡ്രിഫ്റ്റ് വന്നാൽ ഇതിനിടയിലേക്ക് മറ്റ് ചില സ്വാർത്ഥർ വന്ന് കയറും. അവർക്കും ചിലപ്പോൾ പണമായിരിക്കും ലക്ഷ്യം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാവാം. പിന്നീട് ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റും. ഇത്തരം ഘട്ടങ്ങളിൽ കൃത്യമായ പരിശോധന നടത്താൻ നമ്മുടെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അവർ ആ ഉത്തരവാദിത്വമൊന്നും എടുക്കില്ല. ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞാൽ പെട്ടെന്ന്
പുരുഷനെ എങ്ങനെയും വീഴിക്കുക, അയാളിൽ നിന്ന് ഒന്നുകിൽ പൈസ മേടിക്കുക, അല്ലെങ്കിൽ അയാളെ എന്തിനാണ് ഒരു സ്ത്രീ പരാതി തന്നാണ്, ഇനി ഇത് അന്വേഷിച്ചിട്ട് ആ സ്ത്രീ തന്ന പരാതിയിൽ കാമ്പും കഴമ്പും ഇല്ല എന്ന് റിപ്പോർട്ട് എഴുതി വെച്ചാൽ നാളെ ഈ സ്ത്രീ കൊണ്ട് ഈ പോലീസിനെതിരെ പരാതി കൊടുക്കും, പോലീസിനും ചിലപ്പോൾ പീഡനത്തെ കൊടുക്കും. എന്തിനാണ് ഈ പുലിവാല് പിടിക്കുന്നതെന്ന് ഒരു പക്ഷേ പോലീസുകാരും കരുതും. അങ്ങനെ ഒരുപാട് വ്യാജ പീഡന പരാതികൾ നമുക്കിടയിലുണ്ട്. സത്യമാണ്. ആ വ്യാജ പീഡനങ്ങൾ പല വിധത്തിലുണ്ട്. ചെറുപ്പക്കാരുടെയൊക്കെ ഒത്തിരി ജീവിതം നശിക്കുന്നുണ്ട്. ചില ചെറുപ്പക്കാർക്കൊക്കെ വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല. ഇനി ദളിത് പീഡനമാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാരണവശാൽ ജാമ്യം കിട്ടത്ത് പോലുമില്ല, പിടിച്ചകത്തിടത്തേ ഉള്ളൂ. ഇത്തരം നിരവധി സംഭവങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. സദാചാരവാദികൾ, സാംസ്കാരിക പ്രമുഖർ, അല്ലെങ്കിൽ നവോത്ഥാന നായകർ, ഇവരൊക്കെ സ്ത്രീപക്ഷം ചേർന്ന് കുറേ പ്രസ്താവന ഇറക്കുക, അവനെ ക്രൂശിക്കുക, അവനെ കല്ലെറിയുക, അവനെ തീർത്തേക്കുക. എത്ര പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ആത്മഹത്യയുടെ പുറകെ ആരെങ്കിലും പോകുന്നുണ്ടോ? പേര് ഊരും നാടുമൊന്നുമില്ലാത്ത പാവങ്ങൾ, അവരെ ആത്മഹത്യ ചെയ്താൽ ആരും അറിയില്ല. പത്രത്തിൻ്റെ വലിയ പത്രത്തിൽ എവിടെയെങ്കിലും ഒരു 3 ലൈൻ വാർത്ത വരും, ആത്മഹത്യ ചെയ്തു, കയറിൽ തൂങ്ങി, അല്ലെങ്കിൽ ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇതൊരു ചാനലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള വാർത്താ പ്രാധാന്യം കിട്ടത്തില്ല അതിന്. കാരണം ആ വാർത്ത ഇട്ടാൽ ആർക്കും വേണ്ട, ആരും കാണാൻ പോലുമില്ല. ഇനി അതിലപ്പുറം വലിയ പീഡനങ്ങളും കൊടിയ ബലാത്സംഗ ശ്രമങ്ങളും അതിലപ്പുറം നാടകീയമായ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയാൽ വായനക്കാരുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു നീതിയുക്തമായി പെരുമാറുന്ന ഒരു പോലീസും ഭരണകൂടവും ഉണ്ടെങ്കിൽ ഇത്തരം കേസുകൾ പരമാവധി ഒഴിവാക്കാം. പക്ഷെ ഇവിടെ എല്ലാം ഒരു കണ്ണാടിയിലൂടെയാണ് നോക്കുന്നത്. ഇരയുടെ സത്യസന്ധതയിലേക്കല്ല എല്ലാവരും ചൂണ്ടുവിരൽ ഉയർത്തുന്നു. അപ്പോൾ ഇരയ്ക്ക് വേണ്ട കരുതൽ കൊടുക്കണം, ഇരയെ നമ്മൾ സുരക്ഷിതമാക്കി നിലനിർത്തണം. അതൊക്കെ സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ വ്യാജ ഇരകൾ, ഇപ്പോൾ പുതിയ ടെർമിനോളജി വന്നില്ല, പുതിയ അതിജീവിതകൾ, ഇത്തരം കേസുകളിലൊക്കെ ഇര എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ ഇവിടെ മറ്റൊരു തലത്തിൽ ഇരയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വിഷയത്തിൻ്റെ ഒരു വശം പിടിച്ച ഒരു ഇരയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ നമുക്ക് ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതുപോലെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ആക്രമിക്കുന്നത്. നമുക്ക് അങ്ങനെയൊന്നും ആക്രമിക്കാൻ കഴിയില്ല. രാഹുൽ ഈശ്വറിൻ്റെ നിലപാട് പറയുന്നു. മുൻപ് എത്രയെത്ര ക്രിമിനലുകൾക്ക് വേണ്ടി ഇവിടെയുള്ള CPM നേതാക്കൾ വാദിച്ചിട്ടുണ്ട്, സ്ത്രീപക്ഷത്തുള്ള വനിതാ നേതാക്കൾ വാദിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ മറ്റേ കുറ്റവാളിയുടെ അരികു ചേർത്ത് നിർത്തി ആക്രോശിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാം, വിമർശിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അയാളുടെ പക്ഷം പൂർണ്ണമായി ശരിയല്ല എന്ന അനുമാനം എനിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉണ്ടായ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ദീപ രാഹുൽ ഈശ്വർ രംഗത്തുണ്ട്. ഇപ്പോൾ അവർക്ക് നേരെ സൈബർ ആക്രമണം അതിരൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. കണ്ട വേദന തോന്നും. സമൂഹ മാധ്യമത്തിലൊക്കെ അവരുടെ പേജിൽ ചെന്ന് തെറി വിളിക്കുന്ന ഈ പോലീസൊക്കെ ഇത് കാണുന്നില്ലേ? അവരൊരു സ്ത്രീയല്ലേ? അവർ ഈ സമൂഹത്തിൽ നല്ല സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അവരവരുടെ നിലപാട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് പറയുന്നത് ശരിയാണ്. ഇവിടെ പുരുഷന്മാർ ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും വ്യാജ പീഡനാരോപണങ്ങളിൽ കുടുങ്ങുന്നുണ്ടാവുക. അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല ഒരു പോരാളിയായിട്ട് തൻ്റെ ഭർത്താവിനെ അവർ കാണുന്നു. അവരുടെ ഏറ്റവും കരുത്തല്ലേ കാട്ടുന്നത്. അവർ രാത്രിയില്ല പകലില്ല നിയമസഹായം തേടി ഭർത്താവിൻ്റെ ക്ഷേമം അന്വേഷിച്ച് ഇപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. വളരെ ഒരു ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ത്രീ. ഇതൊക്കെയാണ് യഥാർത്ഥ മാതൃക. അവരുടെ ദാമ്പത്യ ജീവിതം തന്നെയല്ലേ, അവരുടെ ആ ഭാര്യാഭർത്തൃ സ്നേഹം തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാത്ത മാതൃക. ഒരു നിലപാട്, ആ നിലപാട് രാഹുൽ ഈശ്വറിനൊപ്പം അപ്പുറം ഇപ്പോൾ ദീപ ഈശ്വറിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും രാഹുൽ ഈശ്വർ ഒരുപക്ഷെ ജയിലിറക്കുള്ളിൽ തുടർന്നാൽ ഇതേ ചാനൽ ഫ്ലോറുകളിലെത്തി ദീപ തൻ്റെ നിലപാട് ഉയർത്തും. രാഹുൽ ഈശ്വർ പുറത്തുണ്ടായിരുന്നു എങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാഹുൽ ഈശ്വർ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഈ ബംഗളൂരു പരാതി വലിച്ചു കയറിയാനെ. ഈ ബംഗളൂരുവിൽ നിന്ന് ഒരു യുവതി കൊടുത്ത പരാതി ഉണ്ടല്ലോ, ഇന്നലെ ഒരു ഇമെയിൽ വന്ന സാധനം, അതിൻ്റെ യാഥാർത്ഥ്യം ഇതുവരെ ആർക്കും വലിയ പിടിയില്ല. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ, ഇനി ഇതൊക്കെ സത്യമാണോ, അതൊക്കെ കൂടി കൺഫ്യൂഷനില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചാനെ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആസൂത്രണം ഇതിലൊക്കെ ഉണ്ടോ എന്ന് സംശയിച്ച് പോവുക സ്വാഭാവികമാണ്. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് വളരെ ടാർഗറ്റഡായി രാഹുൽ ഈശ്വറിനെ പിടിച്ച് ജയിലിടുക. കാരണം ഞാൻ ഇത് പറയുന്നത് 5 പ്രതികളുള്ള കേസാണ്, 4 പ്രതികളെയും തൊടുന്നില്ല.
ദീപാ ജോസഫൊന്നും നിരപരാധി കേട്ടോ, തൊടാനൊന്നും പറ്റത്തില്ല. കാരണം അവർ സുപ്രീം കോടതി അഭിഭാഷിക, ഭയങ്കര കരുത്തുള്ള സ്ത്രീയാണ് സന്ദീപ് വാര്യർ. പിന്നെ നമ്മുടെ പത്തനംതിട്ടക്കാരി ഒരു രഞ്ജിത പുളിക്കൻ. അപ്പോൾ രഞ്ജിത പുളിക്കനൊക്കെ ചാട്ടുളിയാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് വീട്ടിലായി പോകും. അപ്പോൾ ഇവരെ ഒന്നും തൊടാതെ 5-ാം പ്രതിയെ മാത്രം കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുന്നു. ഇത് ശരിക്കും ഇരട്ട നീതിയല്ലേ? നമുക്ക് ഒരിക്കലും ന്യായീകരിക്കും. ഒരു കേസിലെ 5-ാം പ്രതിയെ മാത്രം പിടിച്ചുകൊണ്ട് അകത്തിട്ട് അയാളെ ജാമ്യം കൊടുക്കാതെ പിടിച്ചിട്ടിരിക്കുക, റിമാൻഡിലാക്കിയിരിക്കുക, കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കഷ്ടമല്ലേ നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധാനം? അപ്പോൾ ഇവിടെയാണ് എനിക്ക് സംശയം. രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബംഗളൂരു പരാതിയൊക്കെ ഇന്നലെ തന്നെ അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചാണ്. പക്ഷെ ഇവിടെ മറ്റൊരാളില്ല. ഏതൊരു കുറ്റവാളിയും ഗോവിന്ദചാമിക്കും സർക്കാർ ഒരു സൗജന്യ വ്യവസ്ഥയിൽ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കുമല്ലോ വാദിക്കാൻ കോടതിയിൽ. അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. കുറ്റവാളിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ചാനൽ വക്താവായി മാത്രം നമ്മൾ രാഹുൽ ഈശ്വറിനെ കണ്ടാൽ മതി. അവിടെയും ഒരു വാദം വേണം, എങ്കിലേ ഇപ്പുറത്തുള്ള പ്രതിവാദത്തിന് കരുത്തുണ്ടാകൂ. അല്ലെങ്കിൽ സത്യം അസത്യം എന്നുള്ള ഈ 2 പദത്തിനിടയിൽ ഒരുപാട് അന്തരമുണ്ട്. അതിനിടയിൽ എവിടെയെങ്കിലും കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ ഈ 2 ധ്രുവങ്ങളിൽ നിന്നുമുള്ള അന്വേഷണം വേണം. ഒരു ധ്രുവം മാത്രമായാൽ അത് ജനാധിപത്യമല്ല. രാഹുൽ ഈശ്വർ പ്രതിദാനം ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ്, ആ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യത്തിലെ ഒരു അഭിപ്രായ പ്രകടനത്തിനെ, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ജയിലിലടച്ചിരിക്കുന്നത്. അത് ക്രൂരമല്ലേ? ഇവിടെ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലായതിനു ശേഷം റിമാൻഡിലാകുന്നു. ഈ ഒരു ഇതുവരെയുള്ള ഒരു നീക്കത്തിൽ ഇവിടുത്തെ ചാനലുകൾക്ക്, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു പങ്കില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് കുറച്ച് അഗ്രസീവായിട്ടുള്ള ആൾക്കാരെ ചർച്ചകൾക്ക് വിളിക്കുക. ഈ PC ജോർജിനെയൊക്കെ പലപ്പോഴും ഈ ചർച്ചകൾക്ക് വിളിക്കുന്നത് ഒരു വൈറാലിറ്റിക്ക് വേണ്ടിയാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ലൈസൻസ് ഇല്ലാതെ എന്തും വിളിച്ചു പറയുന്ന ആളാണ്. ഈ രാഹുൽ ഈശ്വറിനെ വിളിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ചാനലിലുള്ള എല്ലാ ആൾക്കാരും, അവതാരകൻ ഉൾപ്പെടെ രാഹുൽ ഈശ്വറിനെ അങ്ങേയറ്റം വിമർശിക്കുക, ഒരു ചർച്ചയിലേക്ക് വിളിച്ച ഒരാളോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. എന്നാൽ ആ മര്യാദകൾ പോലും മറന്നുകൊണ്ട് ബാക്കിയുള്ള പാനലിലുള്ള ആൾക്കാർക്ക് എന്തും പറയാനുള്ള തരത്തിലേക്ക് അവതാരകൻ പോലും വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പ്രൊവോക്ക് ചെയ്ത് രാഹുൽ ഈശ്വറിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അതാണ് രാഹുൽ ഈശ്വറിന് കുടുക്കായി മാറിയത്. അതെ, ഇതിൻ്റെ അകത്ത് നമ്മളൊരു സിനിമയുടെ ത്രെഡ് ആലോചിക്കണം. അല്ല, ഈ സിനിമയുടെ ത്രെഡും നമ്മളിപ്പോൾ കാണുന്ന ജീവിതവും രണ്ടും ഒന്നാണ്. കാരണം അത് സിനിമയല്ല ജീവിതം എന്നൊക്കെ പറയും, പക്ഷേ ഇപ്പോൾ നടക്കുന്ന അത് തന്നെയാണ്. ഇവിടെ എന്താണ് അവതാരകർ അല്ലെങ്കിൽ ഒരു വശത്ത് നിൽക്കുന്ന ചാനൽ പാനലിസ്റ്റുകൾ, അവരൊരു നായക മട്ടിലാണ് നിൽക്കുന്നത്. അവർക്ക് നായകരാവണമെങ്കിൽ ഇടിച്ച് പഞ്ചീസാക്കാൻ അപ്പുറത്ത് വില്ലൻ വേണം. മോഹൻലാൽ നായകനായി നിൽക്കണമെങ്കിൽ അപ്പുറത്ത് ഇടികൊള്ളാൻ ഒരു വില്ലൻ വേണം. ഇപ്പോൾ പുതിയൊരു പ്രകാശ് വർമ്മയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല കട്ടയ്ക്കുള്ള വില്ലന്മാർ വേണം. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് നല്ല സുന്ദരനായ, മനോഹരമായി സംസാരിക്കുന്ന, ആരെയും ആകർഷിക്കുന്ന ഒരു സുന്ദര വില്ലനാണ്, ഒരു സുന്ദര കില്ലാടിയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ നമ്മുടെ അവതാരകരോട് ഏറ്റുമുട്ടുന്നു. അവതാരകർ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള പാനലിസ്റ്റുകൾ അവർ സത്യത്തിന് വേണ്ടി പോരാടുന്നു, അവർ സദാചാരം പ്രസംഗിക്കുന്നു, അവരുടെ ഘോരഘോരമായിട്ടുള്ള പ്രസംഗങ്ങൾ, പക്ഷെ അവരെ അടിച്ചിരുത്തുന്ന വില്ലൻ. എല്ലാറ്റിനും ഒടുവിൽ വില്ലൻ അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ ഇവരുടെ എല്ലാം നായകസ്ഥാനം നിലനിൽക്കില്ല. അതുകൊണ്ട് വില്ലനെ കൽത്തുറുങ്കിലടയ്ക്കണം. കൽത്തുറുങ്കിൽ കിടക്കുന്ന വില്ലനെ ചൂണ്ടിക്കാട്ടി പറയാം അവർക്കൊക്കെ, ഞങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾക്കെതിരെ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ച ആ വില്ലനത അകത്ത് പോയി കിടക്കുന്നു, ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവർ തന്നെ തീറ്റിപ്പോറ്റി അവർക്കൊപ്പം നിർത്തി. ഈ സിനിമാ സെറ്റിൽ വില്ലനും നായകനും ഒരേ മേശയിലിരുന്ന് ഒരുമിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. അവർ കൂട്ടുകൂടി കട്ടിലേക്ക് കിടന്നുറങ്ങും. പക്ഷെ സിനിമ കാണുന്ന പാവം പ്രേക്ഷകർ ഓർക്കുന്നത്, അയ്യോ ആ നായകൻ കണ്ടോ വില്ലനെ ഇടിച്ച് പഞ്ചീസാക്കി തെറിപ്പിച്ചു, കൊന്നു കളഞ്ഞു. അതേ മട്ടിൽ ഇപ്പോൾ ഒരു നായക സ്ഥാനം ആസ്വദിക്കുകയാണ് ഒരു കൂട്ടർ. മറുപക്ഷത്ത് പാവം രാഹുൽ ഈശ്വർ അകത്ത് പോയി ട്രിപ്പ് വിട്ട് നിരാഹാരം കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷെ രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ആ പ്രതിദാനം ചെയ്യുന്ന ആ നിലപാട്, അതിനെ നമുക്ക് പരിഹസിക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിൻ്റെ ഈ പോരാട്ടം, ആ പോരാട്ടത്തിനൊപ്പം രാഹുൽ ഈശ്വറിൻ്റെ ഇപ്പോഴും പുലർത്തുന്ന ഒരു നീതിബോധം, തൻ്റെ പോരാട്ടത്തിൽ കാണിക്കുന്ന സത്യസന്ധത. രാഹുൽ ഈശ്വറിന് വേണമെങ്കിൽ പോലീസ് ചെന്നിട്ട് പറയായിരുന്നു, ഞാൻ ഇനിയൊന്നും ആവർത്തിക്കുകയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് മണ്ണാങ്കട്ടയിലോട്ടെ എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, ഞാൻ ചാനലിൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അടിച്ചതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പോലീസും ക്ഷമിച്ചാണ്. കാരണം പോലീസ് ആകെ ആവശ്യപ്പെട്ടത്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യല്ല. കാരണം ഇത്
രാഹുൽ ഈശ്വർ തന്നെ കോടതി പറഞ്ഞതാണ്. കോടതിക്ക് മുൻപിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ കിടന്ന് തർക്കിക്കാതെ ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അന്ധകടാകം മുഴക്കി വഴക്കുണ്ടാക്കാതെ തെറ്റുപറ്റിപ്പോയി, ഇനി ക്ഷമിക്കണം, ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കലെന്ന് പറഞ്ഞാൽ കോടതി ജാമ്യം കൊടുത്ത് വീട്ടിൽ വിട്ടാനെ. പക്ഷെ അയാളത് ചെയ്തില്ല. അയാളുടെ കരുത്തിൽ നിന്നു. അയാളുടെ കരുത്ത് തന്നെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. അതാണ് നമ്മൾ രാഹുൽ ഈശ്വറിനെ അംഗീകരിക്കാനുള്ള കാരണവും. രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ എന്തായാലും ഈ സർക്കാരും അതുപോലെ തന്നെ പോലീസും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് വീണ്ടും ഒരു ഹീറോയെ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം പറയാൻ. കാരണം ജനങ്ങൾക്കിടയിലേക്ക് അയാളുടെ ഒരു മൈലേജ് വീണ്ടും കൂടുകയാണ്. ഈ ഇവിടുത്തെ ശബ്ദമില്ലാതെ പോകുന്ന, അടിച്ചമർത്തപ്പെട്ടു പോകുന്ന പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ഉയർത്തു വന്നു എന്നുള്ള ഒരു ആഘോഷം പല കോണുകളിലും രാഹുൽ ഈശ്വറിനെ വെച്ചിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണോ എവിടെയൊക്കെ ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശ്വറിനെയും ഒക്കെ അടിച്ചിരുത്തണം എന്നുള്ള ഒരു നീക്കം ശക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് ദിലീപ് കേസിലൊക്കെ ആണെങ്കിൽ തന്നെയും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അതിഘോരം പ്രസംഗിച്ചിട്ടുള്ള രാഹുൽ ഈശ്വർ ചാനലുകളുടെയും ഒരു നോട്ടപ്പുള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ എല്ലാവരെയും അടിച്ചൊതുക്കാനുള്ള ഒരു നീക്കം പക്ഷേ രാഹുൽ ഈശ്വറിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.